ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്ലീവിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പേപ്പർ പാറ്റേൺ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ മെയിൻ ക്ലോത്തിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഇതുപോലെ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ഈ പാറ്റേൺ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമ്മൾ മാർക്ക് എടുത്തതിന് ശേഷം ഏത് ഡിസൈനാണോ വേണ്ടത് അത് വരച്ചു കൊടുക്കാം. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് വരച്ചു കൊടുക്കാം. സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അത് കറക്റ്റ് ഒരേ ഗ്യാപ്പിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൽ ചെയ്തെടുക്കുന്നത് സീക്വൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു വർക്കാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഓരോരോ സ്റ്റെമ്മിലും ഇതുപോലെ ഓരോരോ റൗണ്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ റൗണ്ടിലൊക്കെ ഫ്ലവർ വരും. ലോങ് ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നത് മെറൂൺ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട്. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഈ സീക്വൻസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാണ്ടും ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോരോ സീക്വൻസും ഈ റൗണ്ടിൻ്റെ ചുറ്റിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ഇല്ലെങ്കിലും കഴിയും. എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ഇതുപോലെ ആ സീക്വൻസിൻ്റെ ഹോളിൽ കൂടി നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ളൊരു വർക്കാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്നെന്ന് വെച്ചാൽ ആരി വർക്കിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റെമ്മ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ സ്റ്റെമ്മിൽ ഈ ഒരു ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ആരി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ത്രെഡാണ് എടുക്കുന്നത്. അതിൻ്റെ എൻഡിലൊരു ഇങ്ങനെ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം അടിവശത്ത് ഒരു കൈ കൊണ്ട് അത് പിടിക്കണം ആ കെട്ട്. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു ലൂപ്പ് ഇങ്ങനെ എടുക്കണം ആ സൂചി കൊണ്ട് അരി നീഡിൽ കൊണ്ടിട്ട് എന്നിട്ട് ഒരു ലൂപ്പ് എടുത്തതിന് ശേഷം ആ ലൂപ്പിലേക്ക് നമ്മൾ ഓരോ ബീഡ്സ് രണ്ട് ബീഡ്സാണ് ഞാൻ കോർത്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്തെടുക്കാം. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ എനിക്ക് ഈ ആരി വർക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയാണ്. കാരണം ആ ഒരു ഡാർക്ക് ബ്ലൂവിൽ മെറൂൺ കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതിന് അടിവശത്ത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ട്. പിന്നെ ലൈനിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഓരോരോ സ്റ്റെമ്മും ഇതുപോലെ പതുക്കെ രണ്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.